ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്താലോ? കഴിഞ്ഞ ദിവസം ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നൊരു ഫ്ലവർ ചെയ്തെടുത്താലോ? ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് ലില്ലി പൂക്കളാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എടുത്തേക്കുന്നത് ഒരു പീച്ച് കളറും ഒരു പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ. അതുതന്നെ നമ്മളിങ്ങനെ ഇതിൽ കാണിച്ചിരിക്കും പോലെ കുറച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് രമണ, ഇതിനെ ഒരു എതളിൻ്റെ ഷേപ്പിലാക്കി നമുക്ക് ഇങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുക. ഇത് ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ ഒരു മൈൻഡിൽ എങ്ങനെയാണോ ഒരു എതൾ ചെയ്യുന്നത് അതുപോലെ ഞാനൊരു എതൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു 5 എണ്ണം മിനിമം നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഒരു 5 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ ബാക്കി ഒരു ഫ്ലവറായിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ കുറച്ച് കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പിയിൽ നമുക്ക് ഇതുപോലൊരു മുത്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തുമ്പിലൊട്ടിച്ച് അതിനൊരു പൂമ്പൊടിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. ഷേടാ, ഇതിപ്പോൾ ക്യാമറ കാണുന്നില്ലല്ലോ. സെറ്റ്. അങ്ങനെ ഒട്ടിക്കാനുള്ളൊരു നീണ്ട യുദ്ധത്തിന് ശേഷം നമ്മളങ്ങനെ 5 പൂമ്പൊടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്തില്ലേ എതള്, അതിൻ്റെ തുമ്പിലായിട്ട് നമ്മൾ ഈ കമ്പിയിട്ട് നോട്ട് ചെയ്ത സ്ഥലത്ത് ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക. ഓൺലി ഇഫ് യു ഡോണ്ട് ട്രസ്റ്റ് യുവർ പ്രോസസ്സ്. ഓക്കെ, എനിക്കെന്തായാലും ഞാൻ ചെയ്യുന്നതിൽ ഇവിടെ ഒരു ട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വളച്ച് വെച്ചിട്ട് അതിൻ്റെ തുമ്പിലൊരു കെട്ടും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ ഓരോ എതളായിട്ട് ഒരു പൂവിൻ്റെ രൂപത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതൊരു പൂവിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂമ്പൊടിയെ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം എവിടെയെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കെട്ടിയിട്ട് ഞാൻ ഇതിനകത്തൊന്ന് ഇറക്കി വയ്ക്കുവാണ് 5 എണ്ണവും. ചേടാ, ഇതിപ്പോൾ കയറ്റി വയ്ക്കുമ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് ഇളകി പോവാണല്ലോ. വട്ടവർ, നമുക്കെന്തായാലും നമ്മുടെ പ്രോസസ്സ് ചെയ്യാം. ഈ കമ്പി ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ തുമ്പായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ടേ. കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റാനായിട്ട് അതിൻ്റെ ഒരു തണ്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുന്നത്. ഇപ്പോൾ കെട്ടി വെച്ചപ്പോൾ പൂമ്പൊടി എല്ലാം കൂടെ ഒരിടത്തായിപ്പോയല്ലോ. എന്തായാലും നമുക്ക് അതിനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ചന്നം ഭിന്നം ഗ്രീൻ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു നീണ്ട കത്തിരിപ്പിന് ശേഷം എൻ്റെ പൂവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ വേറെ പൂ ചെയ്തു കേട്ടോ. ഒരു മൊട്ട് പോലെയും ചെയ്തു, വേറൊരു ലില്ലിപ്പൂവും ചെയ്തു. ഇനി എനിക്കിതൊരു കമ്പിൽ സെറ്റ് ചെയ്തൊരു പൂവായിട്ട് കറക്റ്റ് ഒരു ലില്ലിപ്പൂവിൻ്റെ മോഡൽ സെറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.